വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റിന് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കുക്കിങ്ങിനൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ കൊണ്ട് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ആരെങ്കിലും വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ രാവിലെ തൊട്ട് വിചാരിച്ചാൽ വൈകിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ പണി ഫുള്ള് തീർന്നു കേട്ടോ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ കേട്ടോ. കാരണം എന്താ, ഇതിനിടയ്ക്ക് നമ്മൾ പല പല കാര്യങ്ങൾക്കായിട്ട് ഓടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ദേ കണ്ടില്ലേ, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വന്ന് നിന്ന് നമ്മുടെ കാലെ പിടിച്ച് കരച്ചിലോടെ കരച്ചിലായിരിക്കും. അപ്പോൾ പിന്നെ എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് കുറുക്കൊക്കെ ഞാൻ അവന് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് നമുക്കതും ചെയ്യണമല്ലോ പാവം. ഇപ്പോൾ ഈ ഒരു ഏജ്, ഇവരൊരു 9 മാസം 10 മാസമൊക്കെ ആകുമ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത, ഒരു വികാരമുള്ള സമയമാണ്. എപ്പോഴും നമ്മളടുത്ത് വേണം എന്നൊക്കെ അവർക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അതിന് മുമ്പ് തന്നെ ഇരുന്ന് കളിക്കുന്ന പിള്ളേരൊക്കെ ഇപ്പോൾ എപ്പോഴും അമ്മമാരുടെ അടുത്തോ അല്ല അപ്പന്മാരുടെ അടുത്തൊക്കെ വന്ന് നിൽക്കും. അപ്പോൾ അതാണ് ഇവരുടെ ഇതേ കണ്ടോ, ഇങ്ങനെ ഓരോരോ മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. ഇപ്പോൾ പയ്യെ പയ്യെ നടക്കാനായിട്ട് അങ്ങനെ ആയില്ല, ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും, പിടിച്ച് നിൽക്കും കേട്ടോ. ചെറുതായിട്ട് 2-3 സ്റ്റെപ്പൊക്കെ വെക്കും. ഇതാണ് എൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അവനെയും പിടിച്ചുകൊണ്ട് പയ്യെ പയ്യെ നിന്ന് ഞാൻ പാത്രമൊക്കെ കഴുകുവാണ് കേട്ടോ. നിമ്മിയുണ്ട് അവിടെ, അവളെന്തോ പണിയിലാണ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്, ചിലപ്പോൾ അവളുടെ അടുത്തോട്ട് പോകും, ചിലപ്പോൾ ഇവന് ഞാൻ തന്നെ വേണം. അങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഏകദേശം ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒതുക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് കിച്ചൺ ക്ലീൻ ചെയ്യുന്നു. കാരണം അവസാനത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ലോഡാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് പോകുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ബീഫ്, അതുപോലെ ബീഫ് കറിയും അതുപോലെ തന്നെ ഗീ റൈസും ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വരുന്ന ആൾക്കാർ നമ്മുടെ ഇടുക്കിക്കാർ പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആദ്യം നമ്മൾ കപ്പ ബിരിയാണിയാണ് പ്ലാൻ ചെയ്തത്. അവിടെയൊക്കെ സ്ഥിരമായിട്ടുള്ള സംഭവമാണല്ലോ ഈ കപ്പ ബിരിയാണി. അപ്പോൾ പിന്നെ അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമെന്ന് സുബിൻ എന്നോട് പറയുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് എല്ലാം അരിഞ്ഞ് പെറുക്കിയൊക്കെ വെക്കുവാണ് കേട്ടോ. ഇത് ബീഫ് കറിക്ക് വേണ്ട സാധനങ്ങളും കൂടാതെ തന്നെ നമുക്ക് ഗീ റൈസിന് വേണ്ട സാധനങ്ങളും കൂടെ ഒക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബീഫ് കറിക്കുള്ള തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം. ആദ്യം ഞാൻ കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഗീ റോസ്റ്റ് വൈകിട്ടത്തേക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുക്കറിൽ ഞാൻ ബീഫൊക്കെ വേവിച്ച് വെച്ചു കേട്ടോ. ഒരു 6-7 വിസിലൊക്കെ അടിച്ചപ്പോൾ തന്നെ നമ്മുടെ ബീഫെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീഫ് കറി വെക്കുന്നതിന് മുമ്പേ നമ്മുടെ പൊടികളെല്ലാം കൂടി ഒന്ന് എടുത്തിട്ട് ഒന്ന് വറുക്കാറുണ്ട്. ഒന്ന് ചെറുതായിട്ട് വറുക്കും, മീൻസ് ചൂട് കയറ്റിയെടുക്കും. അപ്പോൾ ഒന്ന് ചൂട് കയറ്റി ആ പച്ചമണമൊക്കെ മാറിയിട്ട് ബീഫ് കറി വെക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു പച്ച മണം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയണേ. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റി സെറ്റാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച നമ്മുടെ മണം എന്താ ജസ്റ്റ് ചൂടാക്കി പൊടികളും കൂടെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പൊടികളും ഇടാറുണ്ട്. എല്ലാ പൊടികളും മീൻസ് നമ്മുടെ മീറ്റ് മസാല, ഗരം മസാല, മുളക് പൊടി, എല്ലാ കാര്യങ്ങളുമാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ വെന്ത ബീഫും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നാട്ടിൽ വെച്ച് ഇവിടെ തോന്നിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുക, ഇവിടുത്തെ ബീഫ് നല്ല സൂപ്പർ ബീഫാണ് കേട്ടോ. ഇപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ബീഫൊക്കെ എവിടെയോ ഉണ്ട് കേട്ടോ. എവിടെയാണെന്നൊന്നും തപ്പി കണ്ടുപിടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇതൊന്നും തപ്പി കണ്ടുപിടിക്കാൻ ഇതുവരെ പോയിട്ടില്ല. പിന്നെ സുബിൻ നമ്മൾ നേരത്തെ താമസിച്ചെടുത്ത് നിന്നാണ് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നല്ല അലുവ കഷ്ണം പോലത്തെ ബീഫാണ്. അപ്പോൾ അതേണ്ട വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ടുള്ള പരിപാടിയിൽ ബീഫ് കറി ആയതേ ഉള്ളൂ. ഇപ്പോൾ അതേണ്ട വൈകിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്നാൽ ലാസ്റ്റ് ഇനി നമ്മുടെ ഗീ റൈസിലേക്കുള്ള പരിപാടിയിലേക്ക് കടക്കാമെന്നോർത്ത്. ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചെല്ലാം ചെയ്യണമല്ലോ, മറ്റേത് പിന്നെ അങ്ങനെയല്ല. കാരണം ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുത്ത് അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തില്ലെങ്കിൽ പാളിപ്പോവും കേട്ടോ. ഒന്നെങ്കിൽ റൈസ് വേകാതിരിക്കും, ഇല്ലെങ്കിൽ ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത് നല്ല കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്താലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് സവോള ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഞാൻ വേണ്ട നട്ട്സും കാര്യങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. സബോളയൊക്കെ വറുത്തൊരു ഗോൾഡൻ നിറമായപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് നിന്നെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനത്തിന് വേണ്ടിയുള്ള സവോളയൊക്കെയാണ് കേട്ടോ. ഇനി നട്ട്സും കൂടി ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാനുള്ള. അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു റൈസ് നമ്മൾ എടുത്തേക്കുന്നത് ജീരകശാല റൈസാണ്. അപ്പോൾ അതിന് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം തീരാറായപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നും സുബിൻ വരുമ്പോഴത്തേക്ക് ഡോർ തുറന്നിട്ട് ആദ്യം സ്ലീവാച്ചനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവൻ്റെ ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവൻ പതിവില്ലാതെ അവൻ്റെ ഡാഡയുടെ കൂടെ വേറെ 2 പേരെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് അന്താളിച്ച് നിന്നു കേട്ടോ. എന്നിട്ട് വേണ്ട ഡാഡയുടെ അടുത്തോട്ട് ഓടി ചെല്ലുവാണ്. ഇപ്പോൾ ഈ സ്ട്രേഞ്ചർ ആൻസൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ
പെട്ടെന്ന് അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോകത്തൊന്നുമില്ലല്ലോ. ഇപ്പം ചിലർ പറയും നമ്മൾ കൂട്ടിലിട്ട് അടിച്ച് വളർത്തുന്നതുകൊണ്ട് അങ്ങനെയെന്ന്. അങ്ങനൊന്നും അല്ല കേട്ടോ. ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഒരു 9, 10 മാസമൊക്കെ ആകുമ്പോൾ അവർ നോർമലി അത് ചെയ്തിരിക്കണം. എങ്കിലേ അതൊരു നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന പോലെ വീടുകളിൽ ഈ ഫ്ലാറ്റ് ജീവിതമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ വീട്ടിലുള്ള നമ്മളെയൊക്കെ തന്നെയാണല്ലോ എപ്പോഴും കാണുന്നതും എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടൊരു ചെറിയ ഇതും കാണുമായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊക്കെ അവർ സെറ്റ് ആയിക്കോളും. അല്ല ജീവിതകാലം മുഴുവൻ അങ്ങനെയൊന്നും ഇരിക്കത്തില്ലല്ലോ. അതിനെക്കാണ് ഞാനിത് പറയാൻ കാര്യമേ. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില കുട്ടികളൊക്കെ നമ്മൾ വിളിച്ചാൽ വന്നില്ലെങ്കിലൊക്കെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വീട്ടിലൊളിച്ച് വളർത്തിയത് കൊണ്ടാണ്, ബന്ധുക്കളാന്ന് പറഞ്ഞ് പഠിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാകാൻ വേണ്ടി പറഞ്ഞു തന്നാ കേട്ടോ. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഇവരാരാന്ന് ചോദിച്ചാലേ എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. അവരെ ഞാൻ പഠിപ്പിച്ചതാണ്. അവരിപ്പോൾ ഇസ്രായേലിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുത്തു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ നമ്മുടെ ഗീ റൈസും അതുപോലെ ബീഫ് കറി കേട്ടോ. അപ്പാരം ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തീർന്നു പോയി. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരുപാട് നല്ല രസമായിരുന്നു. ഗീ റൈസ് ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ആ റൈസിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ്